ഹായ്, കഴുത്തിലത്തെ കറുത്ത പാടുകൾ മാറ്റാനായിട്ടുള്ള വഴികൾ നോക്കുകയാണോ? ഇതുവരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡീസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറും 3 സ്റ്റെപ്സ് 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ഡാർക്ക് നെക്ക് മാറിയിരിക്കും. എങ്ങനെയാണെന്നല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ അമർത്തണം. പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാനാണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് നെക്ക് മാറ്റാനുള്ള ഹോം റെമഡി എന്താണെന്ന് നോക്കാം. ഡാർക്ക് നെക്ക്, അതായത് കഴുത്തിലുണ്ടാകുന്ന ഈ കറുത്ത പാടുകൾ, അത് വരുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പൊല്യൂഷൻ്റെ പ്രോബ്ലം, ഭയങ്കര ഡസ്റ്റും പൊടിപടലങ്ങളല്ലേ ദിവസം നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് അഴുക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയില്ലെങ്കിൽ അത് പിന്നെ കാലക്രമേണ അവിടെ ഒരു ഡാർക്ക് പാച്ചായിട്ട് ഫോം ആവും. അതുമല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഇമിറ്റേഷൻ ജ്വല്ലറി ഇടുന്ന ഒരാളാണ്, ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ചെയിൻ ഇടുന്ന ഒരാളാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ചെയിനിലെ കെമിക്കൽസ് നമ്മുടെ ഈ വേർപ്പും ഒക്കെ ആയിട്ട് മിക്സായി അവിടെ ഒരു ഡാർക്ക് പാച്ച് ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ്, PCOD ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ള ഒരാളാണ്, ഡയബറ്റീസ്, അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡാർക്ക് നെക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ള സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ വെറും 3 സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 3 ആഴ്ച ചെയ്താലുണ്ടല്ലോ, നിങ്ങളുടെ ഡാർക്ക് നെക്കിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഡാർക്ക് നെക്ക് മാറ്റാനുള്ള ഹോം റെമഡി എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, സ്റ്റീമിങ്. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒന്ന് ചൂട് കൊള്ളിപ്പിക്കുക. അതിന് നിങ്ങൾ വെള്ളം ഒന്ന് ചൂടാക്കുക, തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചൂടാക്കിയാൽ മതി. എന്നിട്ട് നല്ല കോട്ടൺ തുണി മുക്കിയിട്ട് കഴുത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു 1 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള സ്കിന്നിൻ്റെ പോർസ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. സ്കിൻ പോർസ് ഓപ്പൺ ആവുന്നതോടെ അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഡാർക്ക് പാച്ചസ് ഉള്ള ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചൂട് കൊള്ളിപ്പിക്കുക കേട്ടോ. സ്റ്റെപ്പ് 2, സ്ക്രബിങ്. കഴുത്തിൽ സ്ക്രബ് യൂസ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബോഡി സ്ക്രബോ അല്ലെങ്കിൽ ഫേസ് സ്ക്രബ് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഉപ്റ്റൻ ഫേസ് മാസ്ക് ആണ്. ഇത് ഒരു സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. ഇത് നമ്മുടെ കഴുത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസ്, പിന്നെ അഴുക്കൊക്കെ നല്ലോണം വൃത്തിയാക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഈ മാസ്ക് സൂപ്പർബാണ് കേട്ടോ. ഈ ഉപ്റ്റൻ ഫേസ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സ്ക്രബ് നല്ലോണം യൂസ് ചെയ്യുക, കഴുത്തിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. മസാജൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഈ സ്ക്രബ്. അപ്പോൾ കഴുത്തിൻ്റെ മുൻവശം, പിന്നെ പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ബാക്കിലാണ് ഈ ഡാർക്ക് നെക്ക് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രബ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സ്ക്രബ്, അതിപ്പോൾ ഫേസ് സ്ക്രബ് അവിടെ നിന്നില്ല, ബോഡി സ്ക്രബ് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ കഴുത്തിൽ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഉപ്റ്റൻ ഫേസ് മാസ്ക് എൻ്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇവിടെ വീണ്ടും സെയിം മാസ്ക് റിപ്പീറ്റ് ചെയ്ത് കഴുത്തിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഡാർക്ക് നെക്ക് വന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ റെമഡി ട്രൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കാണാൻ സാധിക്കില്ല കേട്ടോ. പിന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ചെയിൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളത് ഒരിക്കലും ഊരി വയ്ക്കാത്ത ഒരാളാണെങ്കിൽ ഒരു സ്മോൾ സജഷൻ, ഡാർക്ക് നെക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാതിരിക്കാനായിട്ട് ഈ ചെയിൻ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക. പുറത്ത് പോകുമ്പോഴൊക്കെ മാത്രം യൂസ് ചെയ്താൽ മതി. വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഇത് നിങ്ങൾ ഊരി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇമിറ്റേഷൻ ജ്വല്ലറി കൊണ്ട് ഉണ്ടാവുന്ന ഡാർക്ക് നെക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരില്ല കേട്ടോ.
പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സ്റ്റെപ്സൊക്കെ കഴുത്തിൻ്റെ ഡാർക്ക് പാച്ചസ് മാറ്റാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ കൈയിൻ്റെ മുട്ടിൻ്റെ ഏരിയയിൽ, കൈ മടക്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ കാൽമുട്ടിൻ്റെ ഏരിയയിൽ, കാൽ മടക്കിലൊക്കെ കറുത്ത പാച്ചസൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഈ സ്റ്റെപ്സ് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യത്തിന് ഞാനിപ്പോൾ ഈ സ്ക്രബ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ കഴുത്തിൽ. ഡാർക്ക് പാച്ചസ് ഉള്ള എല്ലാ ഏരിയയിലും നല്ലോണം അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഒരു 15-20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, അപ്പോൾ പിന്നെ നമുക്കത് സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ഇത് ഡ്രൈ ആവും. അപ്പോൾ കൈയിൻ്റെ ടിപ്സ് വെച്ചിട്ട്, ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നഖം യൂസ് ചെയ്യാതെ ഒന്ന് ഉരച്ച് കളയാം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു, അത്യാവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഉരച്ച് കളയുക. നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ബാത്റൂമിൽ നിന്ന് ചെയ്താൽ മതി കേട്ടോ ഇത്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഈ സ്ക്രബ് നിലത്ത് വീഴും. തുണി വരിക്കാനായിട്ട് ആദ്യം മറന്നുപോയി, ഇപ്പോൾ ഓൾറെഡി എൻ്റെ ചുരിദാറിൽ മൊത്തം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഉരച്ച് കളയാം. ഞാനിവിടെ ഒരു അബദ്ധം ചെയ്തു. എൻ്റെ കഴുത്തിൻ്റെ പിറകിൽ കുറച്ച് മുടി ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ മൊത്തം സ്ക്രബായി. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി നല്ലോണം മുകളിലേക്ക് കെട്ടി വയ്ക്കുക, പിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഈ ചെറിയ മുടിയിലൊക്കെ സ്ക്രബായ അത് കഴുകി കളയാൻ നല്ല പാടായിരിക്കും. സോ ഞാൻ ചെയ്ത അബദ്ധം നിങ്ങൾ ചെയ്യല്ലേ. ഞാൻ വീണ്ടും പറയാണ്, നഖം യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഉരച്ച് കളയാൻ പാടുള്ളൂ. അത്യാവശ്യത്തിന് മാത്രം ഉരച്ചാൽ മതി, ബാക്കി നിങ്ങൾ വെള്ളം യൂസ് ചെയ്ത് കഴുകി കളഞ്ഞോളൂ. കഴുകി കളയാനായിട്ട് സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സാധാരണ വെള്ളം മതി. പിന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ചോദിക്കുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചർ കേട്ടോ. ബാക്കിയുള്ള സ്ക്രബ് ഞാൻ വെള്ളം യൂസ് ചെയ്ത് കഴുകി കളഞ്ഞു. നല്ല റിസൾട്ടാട്ടോ ഈ ഉപ്റ്റൻ ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത്. എൻ്റെ സ്കിന്ന് നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു, പിന്നെ എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചു കേട്ടോ. ഇനി ഫൈനൽ സ്റ്റെപ്പ്, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒലേ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്രീമാണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കഴുത്തിൽ സ്ക്രബ് എവിടെ യൂസ് ചെയ്ത് അവിടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്ക്രബ് യൂസ് ചെയ്ത് അതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ക്രബിങ്ങിലൂടെ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും പിന്നെ സ്കിന്നിൽ അടിഞ്ഞു കൊണ്ടിരിക്കുന്ന അഴുക്കൊക്കെ ക്ലീൻ ആവും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലത്തെ നാച്ചുറൽ ഓയിൽ വാഷ് ഔട്ട് ആവും. അപ്പോൾ സ്കിൻ അവിടെ ഡ്രൈ ഔട്ട് ആവാതിരിക്കാനും പിന്നെ ഓയിൽ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിലത്തെ നാച്ചുറൽ ഓയിലും കൂടെ വാഷ് ഔട്ട് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 3 സ്റ്റെപ്സ് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ കഴുത്തിലത്തെ ഡാർക്ക് പാച്ചസിന് നല്ല വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഡാർക്ക്നെക്ക് ഫ്യൂച്ചറിൽ വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ മുഖം നിങ്ങൾ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ കഴുത്തും നല്ലോണം സൂക്ഷിക്കുക. മുഖത്ത് ഫേസ് വാഷ് യൂസ് ചെയ്യും, ഫേസ് സ്ക്രബ്, ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും ഇതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മുഖത്ത് നല്ല ക്ലിയർ സ്കിന്നായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. കഴുത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഭയങ്കര ഇരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കളർ ഡിഫറൻസ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ കഴുത്ത് നിങ്ങളുടെ മുഖം പോലെ തന്നെ സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.